إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم يكشف عن ساق ويدعون إلى السجود فلا يستطيعون خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ കേൾക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തിക മേഖലയിൽ കൊണ്ടുവരികയും ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും വേണ്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദ് കഴിഞ്ഞാൽ ഇസ്ലാമിലെ നിർബന്ധ കർമ്മങ്ങളിൽ പ്രധാനമാണ് നമസ്കാരം. നമസ്കാരവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം മനസ്സിലാക്കി. നമസ്കാരത്തിന് ഇസ്ലാം നൽകിയ പ്രാധാന്യവും അത് ഉപേക്ഷിച്ചാൽ ഉണ്ടാകുന്ന അപകടവുമൊക്കെ ആ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അതിന്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ കൂടെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഒരാൾക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം പരിഗണിക്കുന്നത് അയാൾക്ക് നമസ്കാരത്തോടുള്ള അയാളുടെ സമീപനമനുസരിച്ചാണ്. നമസ്കാരത്തോട് താല്പര്യവും അതിന്റെ വിഷയത്തിൽ കണിശതയും സൂക്ഷ്മതയും പുലർത്തിപ്പോരുന്ന ഒരു വിശ്വാസി വിശ്വാസ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആരാധനാ കർമ്മത്തിന്റെ കാര്യത്തിൽ കൂടെ ശ്രദ്ധയുണ്ടായി കഴിഞ്ഞാൽ അയാൾക്ക് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. എന്നാൽ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധയില്ലാതെ അലസത കാണിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഇസ്ലാമിൽ ഒന്നുമല്ല, അയാൾക്ക് ഒരു സ്ഥാനവും പരിഗണനയും ഇസ്ലാമിലില്ല. മഹാനായ ഇമാമു സുന്ന
അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ വിശദീകരിച്ചു, ഇന്നമാ ഹബ്ബുഹും മിനൽ ഇസ്ലാമി അലാ ഖദ്രി ഹബ്ബിഹിം മിനസ് സ്വലാ. അവർക്ക് ഇസ്ലാമിലുള്ള ഓഹരിയും സ്ഥാനവുമൊക്കെ നമസ്കാരത്തോട് അവരുടെ സമീപനമനുസരിച്ചാണ്. വറഗ്ബത്തുഹും ഫിൽ ഇസ്ലാമി അലാ ഖദ്രി റഗ്ബത്തിഹിം ഫിസ്സലാ. നമസ്കാരത്തോട് അവർക്കുള്ള താല്പര്യമനുസരിച്ചാണ് ഇസ്ലാമിൽ അവരുടെ കാര്യവും പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ അതീവ ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവരുടെ ആരാധനാ കർമ്മമാണ് നമസ്കാരം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം എങ്ങനെ നിർവഹിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച നിലക്ക് നിർവഹിക്കുമ്പോൾ മാത്രമേ അതിന്റെ ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. കുഞ്ഞുനാളുകളിൽ നമ്മൾ മദ്രസകളിൽ നിന്ന് പ്രാഥമികമായി പഠിച്ച ഒരു കാര്യമുണ്ട്. അതെന്താണ്? തനിച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമുള്ള കാര്യമാണ് ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുക എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുൽ ജമാഅ അഫ്ളലു മിൻ സ്വലാത്തിൽ ഫദ്ദി ബി27 ദറജ. അഫ്ളലു മിൻ സ്വലാത്തിൽ ഫദ്ദി, തനിച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലാർഹമാണ്. എത്ര? ബി27 ദറജ, 27 ഇരട്ടി പ്രതിഫലാർഹമാണ് തനിച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നമസ്കരിക്കൽ എന്ന്. എനിക്ക് തോന്നുന്നില്ല ഈ വിഷയത്തിൽ മുസ്ലിം സംഘടനകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമെന്ന്. എല്ലാ സംഘടനകളും എല്ലാ വിഭാഗം ആളുകളും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ജമാഅത്തായി നമസ്കരിക്കുന്നത് ഫളിലുണ്ട്, ഏറെ ശ്രേഷ്ഠതയുണ്ട്. 27 ഇരട്ടി, അതല്ലെങ്കിൽ വേറെ ചില റിവായത്തുകൾ പരിഗണിച്ചാൽ കൂടുതൽ പ്രതിഫലമുണ്ട് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഈ ഹദീസ്, ഞാനിപ്പോൾ കേൾപ്പിച്ച ഹദീസ്, ഇമാം ബുഖാരിയും മുസ്ലിമും ഒന്നിച്ചുദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾക്കിടയിൽ എല്ലാവർക്കിടയിലും ഒരുപോലെ അംഗീകരിക്കാൻ കഴിയുന്ന ഈ യാഥാർത്ഥ്യം പോലും ഇന്നും മുസ്ലിം ബഹുഭൂരിപക്ഷം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കൃത്യമായി ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് 5 നേരങ്ങളിൽ കൃത്യനിഷ്ഠതയോടുകൂടെ ജമാഅത്തായി നമസ്കരിക്കുന്ന ആളുകൾ മുസ്ലിം ബഹുഭൂരിപക്ഷത്തിൽ വളരെ കുറവാണ് എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് വിഭാഗം ആളുകളാണെങ്കിലും ഏത് കക്ഷികളാണെങ്കിലും ആരുടെ പള്ളി എടുത്ത് പരിശോധിച്ചാലും ആ പള്ളികളിൽ 5 വക്തുകൾക്കും ജമാഅത്തിന് ഇടതടവില്ലാതെ വരുന്ന ആളുകൾ വളരെ കുറവാണ്. അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു വിഷയമായിട്ട് പോലും. എന്തേ ഇതിനുള്ള കാരണം? അതാണ് അടിസ്ഥാനപരമായും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. മുസ്ലിമീങ്ങളിൽ ബഹുഭൂരിപക്ഷവും മനസ്സിലാക്കി വെച്ച ഒരു കാര്യമുണ്ട്. അതെന്താണ്? ജമാഅത്ത് നമസ്കാരം എന്ന് പറയുന്നത് കേവലം ഒരു സുന്നത്ത് മാത്രമാണ്. അത് ഉപേക്ഷിച്ചാൽ ശിക്ഷയൊന്നും കിട്ടുകയില്ല. എന്നാൽ പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കുകയാണെങ്കിൽ കൂടുതൽ പ്രതിഫലം കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അത് ഉപേക്ഷിച്ചാൽ ശിക്ഷയൊന്നും കിട്ടുകയില്ല. അതുകൊണ്ട് പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വീട്ടിൽ വെച്ച് നമസ്കരിച്ചാൽ മതി എന്ന ഒരു തെറ്റായ ധാരണ മുസ്ലിം ബഹുഭൂരിപക്ഷത്തിൽ ഇന്നുമുണ്ട്. ചില ആളുകൾ പഠിപ്പിച്ചത് ജമാഅത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഫർദു കിഫയാണ്. എന്താ ഫർദു കിഫ എന്ന് പറഞ്ഞാൽ? സമൂഹത്തിൽ ഏതെങ്കിലും കുറച്ച് ആളുകൾ നിർവഹിച്ചാൽ എല്ലാവരും അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകുന്ന ഒരു ഫർദു കിഫയാണ്. അതുകൊണ്ട് ഇസ്ലാമിലെ 5 വിധികൾ എണ്ണിയ കൂട്ടത്തിലെ കേവലം ഒരു സുന്നത്ത് മാത്രമാണ് ജമാഅത്ത് നമസ്കാരം എന്ന്
പഠിപ്പിക്കപ്പെട്ടതിന്റെ ഫലമായി ഇന്ന് മുസ്ലിം ബഹുഭൂരിപക്ഷത്തിൽ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു സൂക്ഷ്മത കുറവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന പ്രവണത ഇന്ന് വർദ്ധിച്ചു വരുന്നു, ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഒരാൾ ജമാഅത്തിന് പോകുന്നില്ലെങ്കിൽ, ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ അയാൾക്ക് എത്ര പ്രതിഫലമാണ് നഷ്ടമാകുന്നത്. നമ്മൾ അതൊന്ന് കണക്ക് കൂട്ടണമല്ലോ. നിങ്ങൾ നോക്ക്, ഒരു ദിവസത്തിൽ ഒരു ജമാഅത്ത് നമസ്കാരം നമ്മൾ ഒരു വക്ത് നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ 27 ഇരട്ടി പ്രതിഫലം കിട്ടും. അപ്പൊ ഒരു ദിവസത്തിൽ 5 വക്ത്, 27 × 5 ഒന്ന് കൂട്ടി നോക്ക്, എത്ര വരിക? 135. ഒരു ദിവസത്തിൽ അഞ്ച് വക്ത് നമസ്കാരം ഒരാഴ്ചയാകുമ്പോഴോ, ഒരു മാസമാകുമ്പോഴോ, ഒരു വർഷമാകുമ്പോഴോ, 50 കൊല്ലം ഈ നിലക്കാണെങ്കിലോ നാളെ പാരിത്രിക ലോകത്ത് ഉന്നതമായ പദവിയിലെത്തേണ്ട ആ മനുഷ്യന് അത് നഷ്ടമാകുകയാണ്. വേറൊന്നും കണക്കിലെടുക്കണ്ട. ഈ പ്രതിഫലം നഷ്ടമായാൽ അതിന്റെ നഷ്ടം തന്നെ എത്രയായിരിക്കും. അതുകൊണ്ട് ഇസ്ലാം ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുകയും അതിലേക്ക് പോകുകയും അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുക എന്നത് വളരെ പുണ്യമുള്ള ഒരു കാര്യമായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ മഹ്ശറിൽ മുഴുവൻ മനുഷ്യന്മാരെയും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവിടെ തണലുണ്ടാവുകയില്ല. തലക്കുമീതെ കത്തിജ്വലിക്കുന്ന സൂര്യനാണ്. മനുഷ്യർ അവരുടെ അമലുകളുടെ അടിസ്ഥാനത്തിൽ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ഒരു ഘട്ടമായിരിക്കും അത്. ആ പ്രവിശാലമായ മൈതാനത്തിൽ മനുഷ്യന്മാർ ഹൊമ്മിലും കെറുവിലുമാണ്. മനോദുഃഖത്തിലും മനപ്രയാസത്തിലും ബുദ്ധിമുട്ടിലും എരിവിരി കൊള്ളുന്ന ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ നിന്ന് 7 കൂട്ടം ആളുകൾക്ക് അവന്റെ അനുഗ്രഹീതമായ തണൽ വിരിച്ചു കൊടുക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ തണൽ കിട്ടുന്ന മഹാന്മാരാരൊക്കെയാണ്? അത് വേറെ വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. എല്ലാം പാടെ ഒന്നിച്ച് വിശദീകരിക്കാൻ കഴിയില്ല. എന്നാൽ അതിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്. വറജുലുൻ, ഒരു മനുഷ്യൻ, അതല്ലെങ്കിൽ ഏതാനും ചില ആളുകൾ. എങ്ങനെയുള്ള മനുഷ്യനാണ് അയാൾ? ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്. ആ മനുഷ്യന്റെ ഹൃദയം പള്ളിയുമായി ബന്ധിച്ചിരിക്കുകയാണ്. അയാളുടെ മനസ്സെപ്പോഴും പള്ളി, ആ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വന്നാലും അയാളുടെ മനസ്സെപ്പോഴും പള്ളിയിലുണ്ട്. പുറത്തുപോയി അയാൾ ജോലി ചെയ്യുന്നുണ്ട്, തന്റേതായ ജീവിത കാര്യങ്ങൾ അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും മനസ്സിൽ ഒരു പരിഗണന എപ്പോഴും അല്ലാഹുവിന്റെ ഭവനങ്ങൾക്കുണ്ട്. അവിടെ എപ്പോഴാണ് ജമാഅത്ത് ആരംഭിക്കുന്നത്, എപ്പോഴാണ് ബാങ്ക് കൊടുക്കുന്നത്, എപ്പോഴാണ് ഇവിടുത്തെ ആരാധനാ കർമ്മങ്ങൾ നടക്കുന്നത്, അതൊക്കെ ശ്രദ്ധയുണ്ട് എന്ന് മാത്രമല്ല അല്ലാഹുവിന്റെ ഭവനങ്ങളോട് വലിയ ആദരവുമുണ്ട് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസിന് വിശദീകരണം നൽകവേ മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. വമഅനാഹു, ഈ ഹദീസിന്റെ ആശയം ഇതാണ്: ശദീദുൽ ഹുബ്ബി ലഹാ, ആ മനുഷ്യന് പള്ളിയോട് അതിശക്തമായ സ്നേഹമുണ്ട്. വൽ മുലാസമതി ലിൽ ജമാഅത്തി ഫീഹാ, അവിടെയുള്ള ജമാഅത്തിൽ അയാൾ ഇടതടവില്ലാതെ പങ്കെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ ഭവനങ്ങളെ സ്നേഹിക്കുകയും അവിടെയുള്ള ജമാഅത്ത് നമസ്കാരങ്ങളിൽ ഇടതടവില്ലാതെ വീഴ്ച വരുത്താതെ അവിടെ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന്റേതായ പ്രത്യേകമായ തണൽ വിരിച്ചു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. വളരെ പുണ്യമാണ് ഇത്. ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മാത്രമുള്ള ഒരു ഓഫറാണ്. ഇനിയും നോക്കൂ നിങ്ങൾ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ്? നാളെ പാരത്രിക ലോകത്ത് നിങ്ങളുടെ കർമ്മങ്ങളുടെ തുലാസിന് ഭാരം കൂടണം, നിങ്ങളുടെ അമലുകൾക്ക് ഭാരം കൂടണം, എങ്കിലല്ലേ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ അമലുകൾക്ക് ഭാരം കൂടാൻ ജമാഅത്ത് നമസ്കാരത്തിലേക്ക് നടന്നു പോകുന്ന നിങ്ങളുടെ കാലടികൾ വരെ അതിന് കാരണമായി തീരും. നിങ്ങളുടെ പദവി ഉയരാൻ അതിന് കാരണമായി തീരും. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെടുന്ന കാലടി മുതൽ തിരിച്ച് മടങ്ങി വരുമ്പോ വീട്ടിലേക്ക് ചവിട്ടുന്ന അവസാനത്തെ കാലടി വരെ അല്ലാഹുവിന്റെ മാലാഖമാർ രേഖപ്പെടുത്തി വെക്കുന്ന ഒരവസ്ഥയുണ്ടാകും. നിങ്ങൾ നോക്കൂ, ഒരു സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. സ്വഹീഹ് മുസ്ലിമിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ മദീന പള്ളിയിൽ നിന്ന് അല്പം ദൂരെ താമസിച്ചിരുന്ന ഒരു ഗോത്രമുണ്ടായിരുന്നു. അവരുടെ പേര് ബനൂ സലമ ഗോത്രമെന്നായിരുന്നു. മദീന പള്ളിയിൽ നിന്ന് കുറച്ച് ദൂരെയായിരുന്നു അവർ താമസിച്ചിരുന്നത്. എപ്പോഴും അവരുടെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്, പള്ളിയുടെ പരിസര പ്രദേശത്ത് എവിടെയെങ്കിലും ആളുകൾ സ്ഥലം വിൽക്കുകയാണെങ്കിൽ ആ സ്ഥലം വാങ്ങിയിട്ട് അവിടേക്ക് വീട് മാറ്റിക്കഴിഞ്ഞാൽ എപ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയുമായി ബന്ധപ്പെടാമല്ലോ, മദീനത്തെ പള്ളിയിൽ എപ്പോഴും വരാമല്ലോ, അവിടുത്തെ ജമാഅത്തുകളിൽ നേരത്തെ തന്നെ എത്തിപ്പെടാമല്ലോ, റസൂലിന്റെ സദസ്സിൽ എപ്പോഴും വന്നിരിക്കാമല്ലോ, ആ പുണ്യമായ മഹനീയമായ പള്ളിയുടെ പരിസരത്ത് താമസിക്കാനുള്ള അവസരം കിട്ടുമല്ലോ. അങ്ങനെ ഈ ആശയുമായി അവരിങ്ങനെ കഴിഞ്ഞുകൂടുമ്പോഴാണ് മദീനത്തെ പള്ളിയുടെ പരിസരത്ത് നിന്ന് ചില ആളുകൾ വീട് വിറ്റുപോകുന്നത്. ഈ വിവരം ബനൂ സലമ ഗോത്രക്കാരറിയുമ്പോ അവരുടെ തീരുമാനിക്കുകയാണ്, ആ ദൂരെ നിന്ന് മദീനത്തെ പള്ളിയുടെ അടുത്തേക്ക് ആ സ്ഥലം വാങ്ങിയിട്ട് വീട് മാറ്റണം എന്ന്. അല്ലാഹുവിന്റെ റസൂൽ വിവരമറിയുന്നു. ഉടൻ തന്നെ അവിടുന്ന് ബനൂ സലമ ഗോത്രക്കാരോട് ചോദിക്കുകയാണ്, فقال لهم بلغني أنكم تريدون أن تنتقلوا قرب المسجد. പള്ളിയുടെ അടുത്തേക്ക് മാറി താമസിക്കണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നു എന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫഖാലു, അവര് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് നബിയേ. അത് അറദിനാ ദാലിക്. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ബനീ സലമ ദിയാറുക്കും തുക്തബ് ആസാറുക്കും. ഉടൻ തന്നെ ബനൂ സലമ ഗോത്രക്കാരോട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇപ്പൊ നിങ്ങൾ അല്പം ദൂരെ നിന്ന് നടന്നു വരികയല്ലേ ജമാഅത്തുകൾക്ക്, അങ്ങനെ തന്നെ ആകട്ടെ, അതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഈ പള്ളിയിലേക്ക് നിങ്ങൾ നടന്നു വരുന്ന നിങ്ങളുടെ കാലടികളിലെ അത് നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെടും ബനൂ സലമ. അതുകൊണ്ട് നിങ്ങൾ മാറാതിരിക്കലാണ് നിങ്ങൾക്ക് ഖൈറെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് അവര് മറുപടി കൊടുക്കുകയാണ്, ഫഖാലു മാ യസുറുനാ അന്നാ കുന്നാ തഹവ്വൽനാ. എങ്കിൽ അങ്ങനെ തന്നെയാകട്ടെ നബിയെ, മാറുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആകട്ടെ, ഞങ്ങൾക്ക് പ്രതിഫലമാണ് വലുത്, ഞങ്ങൾക്ക് പരലോകമാണ് വലുത്, ദൂരം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അതായിരുന്നു സഹാബിമാരിൽ, അതായിരുന്നു സഹാബത്ത്. അല്ലെ, അല്പം ദൂരമുണ്ടെങ്കിലും പ്രശ്നമല്ല, ജമാഅത്തുകൾക്ക് ഞങ്ങളെത്താം, മാറുന്നതിൽ പ്രത്യേകിച്ച് സന്തോഷമൊന്നും ഞങ്ങൾക്കില്ല. എന്തായെന്ന് മനസ്സിലായത്? പള്ളികളിലേക്ക് ജമാഅത്തിന് നടന്നു പോകുന്ന കാലടികൾക്ക് വരെ പുണ്യമാണ്. നിയ്യത്ത് വേണം എന്നേ ഉള്ളൂ, ഈമാൻ വേണമെന്നേ ഉള്ളൂ, ഇഹ്തിസാബ് ഉണ്ടാകണമെന്നേ ഉള്ളൂ. സഹോദരങ്ങളെ, ഇനി നിങ്ങൾ മനസ്സിലാക്കിയ ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രത്യേകത. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവിന്റെ അടിമകളിൽ ചില അടിമകൾ ചെയ്യുന്ന പ്രവർത്തനന്മാരായ മാലാഖമാർ, അവന്റെ പ്രത്യേകമായ മജ്ലിസുണ്ട്. ആ മജ്ലിസിന്റെ പേര് അൽ മലഉൽ അഅ്ലാ, ഉന്നതമായ മജ്ലിസ്. ആ ഉന്നതമായ മജ്ലിസിലുള്ള മാലാഖമാർ ചില കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മത്സരിക്കുമെന്നാണ്. ഞാൻ രേഖപ്പെടുത്താം, അത് ഞാൻ എഴുതാം. മത്സരിക്കും ആ മലക്കുകൾ. ഏത് കാര്യത്തിന് വേണ്ടിയാണ് അവർ മത്സരിക്കുന്നത്? 3 കർമ്മങ്ങൾ വിശ്വാസികൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുക, 3 എന്റെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടോ?
ഒന്നാമത് റസൂലുള്ളാഹി പറഞ്ഞു, അൽ മുഖ്തു ഫിൽ മസ്ജിദി ബഅദ സ്വലാഹ്, ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരം വരെ പള്ളിയിൽ താമസിക്കലാണ്. അതല്ലെങ്കിൽ നിസ്കാരശേഷം പള്ളിയിൽ എത്ര നേരമാണോ നമ്മൾ താമസിക്കുന്നത്, അടുത്ത നിസ്കാരത്തെ വെയിറ്റ് ചെയ്തുകൊണ്ട് എത്രയാണോ പള്ളിയിൽ നമ്മൾ ഇരിക്കുന്നത്, ആ ഇരിക്കുന്ന നേരം അത്രയും നമസ്കാരത്തിലായിട്ടാണ് പരിഗണിക്കുന്നത്. അത് രേഖപ്പെടുത്തുമെന്നാണ്. സലാം വീട്ടാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. പള്ളിയിൽ ഇങ്ങനെ താമസിക്കുന്ന നേരം നിസ്കാരശേഷം. 2, വൽ മശിയു ബിൽ അഖ്ദാമി ഇലൽ ജമാഅ, ജമാഅത്ത് നമസ്കാരങ്ങളിലേക്ക് കാൽനടയായി പോകൽ, നടന്നു പോകൽ പുണ്യമുള്ള കാര്യം. അവിടെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും പള്ളി. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യും, വണ്ടിയെല്ലാം അടുത്ത് ഒരു യൂട്ടണെല്ലാം അടിച്ച് പള്ളിയിൽ വരും. ആവശ്യമില്ല. നടന്നു പോകൽ ഏറെ പുണ്യമുള്ള കാര്യം. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇസ്ബാഹുൽ വുദൂഇ ബിൽ മകാരിഹി, വെറുപ്പുള്ള ഘട്ടങ്ങളിൽ വുദൂഇനെ സമ്പൂർണ്ണമാക്കലാണ്. നല്ല തണുപ്പ്, ഭയങ്കര തണുപ്പ്. അപ്പോ ശരിക്കും നനക്കാണ്ടേ, പെട്ടെന്ന് ഉദു എടുക്കാണ്ടേ, ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം ശരിക്കും നനച്ച് നന്നായി ഉദു എടുക്കുകയാണെങ്കിൽ അതും മലക്കുകൾ രേഖപ്പെടുത്തും. അതൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്ന സംഗതികളാണ്, വലിയ പുണ്യമുള്ള കാര്യമാണ് അല്ലേ? ഏത് പള്ളിയിൽ കുറച്ചു നേരം നിസ്കാരശേഷം, നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ കുറച്ചു നേരം ഇരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കഴിഞ്ഞോളണമെന്നില്ല. കുറച്ച് അതിനുള്ള ക്ഷമയുള്ളവനെ അതിന് കഴിയുള്ളൂ. അല്ലെങ്കിൽ ശൈത്താൻ അവൻ എണീപ്പിക്കും. എന്തെല്ലാം തിരക്കുകളൊക്കെ അവന്റെ മനസ്സിലുണ്ടാവുക. എണീറ്റിന് പോരുന്ന കണ്ടാൽ വിചാരിക്കും ഭയങ്കര തിരക്കാണ്, പുറത്തുനിന്ന് വർത്താനം പറയായിരിക്കും അല്ലേ? അതേപോലെ തന്നെ പള്ളിയിലേക്ക് നടന്നു പോകുക എന്ന് പറഞ്ഞാല് എങ്ങനെയായിട്ട് നടക്കുക, എത്ര ദൂരമുണ്ട് നോക്കിയതാണെന്ന് വിചാരിച്ച കാര്യമില്ല. നടന്നു പോകുമ്പോഴേ വിവരം തരും അല്ലേ? ഇവിടെ മനസ്സിലിങ്ങനെ തോന്നും ഔച്ചറ്റപ്പ് നടക്കണ്ടേ. പക്ഷേ പരലോകബോധമുണ്ടെങ്കിൽ അല്ലാ, എന്റെ ഈ നടത്തം ഇതായിരിക്കും ഒരു പക്ഷേ സ്വർഗത്തിൽ എന്റെ പദവി ഉയർത്തുന്നത്, അതിൽ സ്വബർ വേണം. അതേപോലെ ഉദു എടുക്കുന്ന കാര്യത്തിലും സഹോദരങ്ങളെ പുണ്യമാണ്, നഷ്ടമായിക്കൂടാ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് ഒരിക്കൽ സഹാബികളോട്, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായാ വയർഫഉ ബിഹി ദറജാത്ത്, അല്ലയോ അനുജനന്മാരെ, നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുന്നതും സ്വർഗത്തിൽ നിങ്ങളുടെ പദവി ഉയർത്തുന്നതുമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഉടൻ തന്നെ സ്വഹാബത്ത് പറഞ്ഞു, ഫഖാലു ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അതേ അറിയിച്ചു തന്നാലും പാപങ്ങൾ മായ്ക്കപ്പെടും, സ്വർഗത്തിൽ ഗ്രേഡ് കൂടും. ഏതാണത്? റസൂലുള്ള പറഞ്ഞു, ഇസ്ബാഹുൽ വുദൂഇ അലൽ മകാരിഹി, നേരത്തെ പറഞ്ഞത് തന്നെ വെറുപ്പുള്ള ഘട്ടങ്ങളിൽ വുദൂഇനെ സമ്പൂർണ്ണമാക്കലാണ്. രണ്ടാമത് അവിടുന്ന് പറഞ്ഞു, വകസറത്തുൽ ഖുതാ ഇലൽ മസാജിദി, പള്ളികളിലേക്ക് നടത്തം അധികരിപ്പിക്കലാണ്. മൂന്നാമത് പറഞ്ഞു, വൻതിദാറുസ് സ്വലാത്തി ബഅദസ് സ്വലാഹ്, ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരം വരെ കാത്തിരിക്കലാണ്, പ്രതീക്ഷിച്ചിരിക്കലാണ്. ഇതും ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം കേട്ടോ. പള്ളിയിൽ നമ്മളെത്തി, നമസ്കരിച്ച് അവിടെ തന്നെ ഇരുന്നാൽ ഒരു ഓഫറുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് എത്ര നേരാണോ അവിടെ തന്നെ ഇരിക്കുന്നത്, ഒരു ഓഫറുണ്ട്. എന്താ ഓഫർ? മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. ആ ഇരിക്കുന്ന ആളുകൾക്ക് ആര് പ്രാർത്ഥിക്കും? മലക്കുകൾ പ്രാർത്ഥിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലാ യസാലുൽ അബ്ദു ഫീ സ്വലാത്തി, ഒരടിമ നമസ്കാരത്തിലായി തന്നെ പരിഗണിക്കും. മാ കാന ഫീ മുസല്ലാഹ്, നമസ്കരിച്ച മുസല്ലയിൽ തന്നെ ഇരിക്കുന്ന നേരമത്രയും. അടുത്ത നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഇരിക്കുന്ന നേരമത്രയും നമസ്കാരത്തിലായി തന്നെയാണ് പരിഗണിക്കുന്നത്. വൽമലായികത്തു തഖൂൽ, മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഈ ഇരിക്കുന്ന അടിമക്ക് റബ്ബേ നീ പൊറുത്തു കൊടുക്കണമേ. അല്ലാഹുമ്മ റഹംഹു, ഈ അടിമക്ക് നീ അടിമയോട് കാരുണ്യം കാണിക്കണമേ. ഹത്താ യൻസരിഫ, അയാൾ എഴുന്നേറ്റ് പോകുന്നത് വരെയോ, ഔ യഹ്ദിസ, അതല്ലെങ്കിൽ അയാളുടെ വുദൂ നഷ്ടമാകുന്നത് വരെയോ ഈ പ്രാർത്ഥന കിട്ടിക്കൊണ്ടിരിക്കും. മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം മഹത്വരമാണ് സഹോദരങ്ങളെ.
അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ജമാഅത്ത് നമസ്കാരങ്ങളിലേക്ക് പോകുന്നത് തന്നെ വലിയ പുണ്യമാണ്. പരലോകത്ത് സ്വർഗം നേടാൻ അല്ലാഹു ഒരുക്കി വെച്ച അവസരങ്ങളാണത്. അത് നമ്മൾ പരമാവധി മുതലെടുക്കണം, ഉപയോഗപ്പെടുത്തണം. ഇതൊക്കെ നഷ്ടമാവുകയാണ് നമ്മൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ. ഇതൊക്കെ പോയി, എല്ലാം പോയി. വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫർള് മാത്രമേ നിസ്കരിക്കുള്ളൂ, അതിനുശേഷമുള്ള സുന്നത്ത് വരെ നിസ്കരിക്കൂല. പള്ളിയിലാണെങ്കിൽ അതൊക്കെ നിസ്കരിക്കും. പക്ഷെ സുന്നത്ത് നമസ്കരിക്കൽ വീട്ടിൽ വെച്ചാണ് അഫ്ളലായ കാര്യം, അത് വേറെ വിഷയം. അപ്പൊ പള്ളിയിലേക്ക് നടന്നു പോകലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ നിരന്തരമായി ജമാഅത്തിൽ പങ്കെടുക്കലുമൊക്കെ നാളെ തണല് കിട്ടാനും ഉന്നതമായ സ്ഥാനങ്ങൾ നേടാനും പാപം പൊറുക്കപ്പെടാനും ഒക്കെയുള്ള കാരണങ്ങളാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ 50 കൊല്ലം ജീവിച്ചിട്ട് ഒരാൾ ജമാഅത്തിന് കൃത്യമായിട്ട് പോയില്ലെങ്കിൽ ഇതെല്ലാം പോയില്ലേ? ഇതെല്ലാം പോയില്ലേ? എത്രയാ നഷ്ടം, എത്രയാ നഷ്ടം എന്റെ സഹോദരന്മാരെ. ഒരു ദിവസത്തിൽ ആ മനുഷ്യന് വരുന്ന നഷ്ടം എത്രയാണ്? ഒരു വക്ത് ജമാഅത്ത് പോയാൽ നഷ്ടം എത്രയാണ്? പക്ഷെ ഖേദുണ്ടാവാറുണ്ടോ? മനസ്സിന് സങ്കടം ഉണ്ടാവാറുണ്ടോ? അതാണ് നമ്മുടെ ഈമാനും സഹാബത്തിന്റെ ഈമാനും തമ്മിലുള്ള വ്യത്യാസം, അല്ലേ? ദുനിയാവിനോടും അതേപോലെ തന്നെ ദീനിനോടുമുള്ള നമ്മുടെ സമീപനം വേർതിരിച്ച് മാറ്റിവരച്ച് നോക്കേണ്ട ഘട്ടം അവിടെയാണ്. ഒരു വലിയ ജോലി ദുനിയാവിൽ നഷ്ടായാലോ എത്ര നാളായിരിക്കും അതിന്റെ ടെൻഷൻ ഉണ്ടാവുക? കാണുന്നവരോടെല്ലാം പറയും, എന്താ ചെയ്യുക, തലവിധി എന്ന് പറയാം. ടെൻഷൻ. ഒരു വക്ത് ജമാഅത്ത് നഷ്ടായാൽ ഒരുപാട് ഓഫറുകൾ നഷ്ടായി, പക്ഷെ മനസ്സിൽ ഒരു ബേജാറുണ്ടാവാറില്ല, ഒരു പ്രയാസം ഉണ്ടാവാറില്ല. അപ്പോ സഹോദരങ്ങളെ, വിശ്വാസികൾക്ക് അത് ഉണ്ടാകണമെന്നാണ് പറയുന്നത്. ഇനി ജമാഅത്ത് നമസ്കാരം, അല്ലേ? ജമാഅത്ത് നമസ്കാരത്തിന്റെ വിധി എന്താണ്? നമ്മൾ ശരിക്കും മനസ്സിലാക്കിയേ പറ്റൂ. ഇത് ശരിക്കും മനസ്സിലാക്കാത്തതിന്റെ തകരാറെന്ന് സമൂഹത്തിലുണ്ട്. ജമാഅത്ത് നമസ്കാരത്തിന്റെ ഹുക്ം എന്താണ്? പണ്ഡിത ലോകത്ത് 3 അഭിപ്രായമാണ് ജമാഅത്ത് നമസ്കാരത്തെ കുറിച്ചുള്ളത്. 3 അഭിപ്രായം. ഒന്നാമത്തെ അഭിപ്രായം, അത് ഫർളു ഐനാണ്. ഓരോ വ്യക്തിയും നിർബന്ധമായും അത് നിർവഹിക്കണം. പുരുഷന്മാർ പള്ളിയിൽ പോയി നിർവഹിക്കൽ നിർബന്ധമാണ്, ഫർളു ഐൻ. രണ്ടാമത്തെ അഭിപ്രായം, സുന്നത്തും മുഅക്കദയാണ്. ഫർളല്ല. അതെന്താണ്? ഒരു ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായം, നമസ്കാരം സ്വഹീഹാകണമെങ്കിൽ ജമാഅത്ത് ഷർത്താണ് എന്നാണ് അവർ പറഞ്ഞത്. നിസ്കാരം ശരിയാകണമെങ്കിൽ ജമാഅത്ത് ഷർത്താണ്. ഏതുപോലെ നിസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ വുദൂ ഷർത്തായതുപോലെ നമസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ ജമാഅത്ത് ഷർത്താണ് എന്ന് പറഞ്ഞ ഒരു ന്യൂനപക്ഷവുമുണ്ട്. അതുകൊണ്ട് നമ്മൾ പരിശോധിക്കുക, ഏതിനാണ്, ഏതഭിപ്രായത്തിനാണ് പ്രമാണങ്ങളുമായി കൂടുതൽ ബന്ധമുള്ളത്, അതല്ലെങ്കിൽ പ്രമാണങ്ങൾ അംഗീകരിക്കുന്ന അഭിപ്രായം ഏതാണ്? നിഷ്പക്ഷമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ, നമസ്കാരം, ജമാഅത്ത് നമസ്കാരം ഫർളു ഐനാണ്, നിർബന്ധമാണ് ഓരോ വ്യക്തിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജമാഅത്ത് നമസ്കാരം കാരണങ്ങൾ കൂടാതെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ അതിന്റെ പേരിൽ കുറ്റക്കാരനായി തീരുമെന്നാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വീട്ടിൽ വെച്ച് നമസ്കരിച്ചാൽ ഒരുപക്ഷെ അവന്റെ നമസ്കാരം സ്വീകരിക്കുമായിരിക്കാം, എന്നാലും അവൻ ഒരു ഹറാം ചെയ്ത കുറ്റം അവന് കിട്ടും. ഒരു ഹറാം അവൻ ചെയ്തു കഴിഞ്ഞു, അത്രയും ഗൗരവമേറിയ കാര്യമാണ്. ഇവിടെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 43-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് കാണാം, നിങ്ങൾ നമസ്കാരം നിർവഹിക്കണേ മുറപ്രകാരം, സക്കാത്തിനെ നിങ്ങൾ നൽകുകയും ചെയ്യണേ. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഈ നിസ്കാരമൊക്കെ എങ്ങനെയാ നിർവഹിക്കേണ്ടത്? റുക്കൂ ചെയ്യുന്നവരുടെ കൂടെയാണ് നിങ്ങൾ റുക്കൂ ചെയ്യേണ്ടത്. നിങ്ങൾ സ്വന്തമങ്ങ് റുക്കൂ ചെയ്യുകയല്ല, സ്വന്തമങ്ങ് സുജൂദ് ചെയ്യുകയല്ല, അത് നിർവഹിക്കുന്നവരുടെ കൂടെയാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത്. ഖുർആനാ പറയുന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു. ഇമാം ബൈളാവി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തി, എന്ത് വർക്കഉ മഅറാഖീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ സ്വല്ലു മഅൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവരുടെ കൂടെ നമസ്കരിക്കണമെന്നാണ് അർത്ഥം.
ഐ ഫീ ജമാഅത്തിഹിം, അവരുടെ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് നിസ്കരിക്കുമ്പോഴാണ് അള്ളാഹു നമ്മളോട് കൽപ്പിച്ച ആ കൽപ്പന നിറവേറുന്നത് എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു. അതുപോലെ തന്നെ ഇമാം ഇബ്നു കസീർ വിശദീകരിക്കുകയാണ്, വഖദ് ഇസ്തദല്ല കസീറുൻ മിനൽ ഉലമാ, ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുണ്ട് ബിഹാദിൽ ആയ, ഖുർആനിൽ നിന്ന് ഞാൻ ഓതിയ ഈ 2-ാം അധ്യായത്തിലെ സൂറത്തുൽ ബഖറയിലെ 43-ാമത്തെ ആയത്തില്ലേ, ഈ ആയത്ത് കൊണ്ട് തെളിവ് പിടിച്ചിട്ടുണ്ട് ധാരാളം പണ്ഡിതന്മാർ. എന്ത്? അലാ വുജൂബിൽ ജമാഅ, ജമാഅത്ത് നമസ്കാരം അത് കേവലം ഒരു സുന്നത്തല്ല, ഫർദു കിഫയല്ല, ഫർദു ഐനാണ്, അത് വുജൂബാണെന്ന കാര്യത്തിന് പണ്ഡിതന്മാര് തെളിവ് പിടിച്ച ആയത്താണ് ബഖറയിലെ 43-ാമത്തെ വചനം. നിർബന്ധ സഹോദരന്മാരെ, നിർബന്ധമാണ്. അപ്പൊ ഒരായത്ത് ഞാൻ നിർബന്ധത്തിന് നിങ്ങൾക്ക് കേൾപ്പിച്ചു, സൂറത്തുൽ ബഖറയിലെ 43-ാമത്തെ വചനം. ഇനി വേറൊരു വചനം കേൾപ്പിച്ചില്ല. അതേതാണെന്നറിയോ? വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായമായ സൂറത്തുൻ നിസായിലെ 102-ാമത്തെ വചനം. എന്താ 102-ാമത്തെ വചനത്തിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധവേളയിൽ എങ്ങനെ നമസ്കരിക്കണമെന്ന് അതിന്റെ കൈഫിയത്ത് പഠിപ്പിക്കുകയാണ് ആ വചനത്തിലൂടെ. യുദ്ധവേളയിൽ വരെ ജമാഅത്തായി നിർവഹിക്കുവാനുള്ള കൽപ്പനയാണ് ആ വചനത്തിലുള്ളത്. അതിന് സ്വലാത്തുൽ ഖൗഫ് എന്നാ പറയാ, ഭയമുള്ള നേരത്തുള്ള നിസ്കാരം. നിങ്ങൾ നോക്കൂ, ഭയമുള്ള നേരത്ത് നിസ്കരിക്കുമ്പോ, അതല്ലെങ്കിൽ ശത്രു യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന ആ ബേജാറിന്റെ ഘട്ടത്തിൽ നമസ്കരിക്കുന്ന നിസ്കാരത്തിന് ഒരുപാട് ഇളവുകൾ ഇസ്ലാം നൽകി. എന്തൊക്കെ ഇസ്ലാം നൽകിയ ഇളവുകൾ? ആ നിസ്കാരത്തിലെ ആയുധം നമ്മൾക്ക് ശരീരത്തിൽ വഹിക്കാം, ആയുധം ഏന്തി നിസ്കരിക്കാം, ഇളവ് നൽകിയതാണ്. പിന്നെന്താ നൽകിയത്? കിബില പ്രശ്നമല്ല. ആ നിസ്കാരത്തിൽ എന്ത് പ്രശ്നമല്ല? കിബില വിഷയമല്ല, അത് ഇളവ് നൽകി. അതേപോലെ തന്നെ ചലനങ്ങളാകാം, നിസ്കാരത്തിൽ ചലനങ്ങൾ, ആവശ്യമില്ലാത്ത ചലനങ്ങളൊന്നും പാടില്ലല്ലോ. പക്ഷെ ആ നേരത്തുള്ള നിസ്കാരത്തിൽ നമ്മൾ ചലിച്ചാലത് കുഴപ്പമില്ല. നടന്നുകൊണ്ടോ നിന്നുകൊണ്ടോ വാഹനപ്പുറത്തൊക്കെ നിസ്കരിക്കാൻ പറ്റുന്ന ചലനങ്ങളിൽ അനുവദിച്ച, അതേപോലെ തന്നെ ആയുധമേന്താൻ അനുവാദം നൽകിയ, കിബില പ്രശ്നമല്ല ഇളവ് നൽകിയ ആ നിസ്കാരത്തിൽ ജമാഅത്തിന് മാത്രം ഇളവ് നൽകിയില്ല. ആലോചിക്കണം, വിഷയത്തിന്റെ ഗൗരവം ആലോചിക്കണം, അല്ലേ? ആയുധം വേണമെങ്കിൽ നമ്മളെ ചുമലിലേക്കാം, നമുക്ക് വഹിക്കാം, നടന്ന് നിസ്കരിക്കാം. അതേപോലെ തന്നെ കിബില, അല്ലെ, കിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം സാധാരണ നമ്മൾ നിസ്കരിക്കുമ്പോ. പക്ഷേ നിസ്കാരത്തിൽ ഖൗഫിന്റെ നേരത്ത് കിബിലയും പ്രശ്നമല്ല. ഇങ്ങനെയൊക്കെ ഇളവ് നൽകിയ ഇസ്ലാം. എന്ന ജമാഅത്ത് വലിയ ബുദ്ധിമുട്ടുള്ള നേരല്ലേ? അപ്പോ നിങ്ങൾ ജമാഅത്ത് നിസ്കരിക്കേണ്ട ഓരോരുത്തരും അവനവന്റെ ഹാലിൽ നിസ്കരിച്ചോട്ടെ. ഇല്ല, ഇളവ് നൽകിയില്ല. മറിച്ച് അവിടെ ജമാഅത്തായി തന്നെ നിസ്കരിക്കാനാണ് സ്വലാത്തുൽ ഖൗഫിന്റെ സന്ദർഭത്തിൽ നൽകിയ നിർദ്ദേശം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വമാ അഹ്സന മസ്തദല്ല ബിഹി മൻ ദഹബ ഇലാ വുജൂബിൽ ജമാഅ മിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ. ഈ ആയത്ത് കൊണ്ട് ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണെന്ന് വിഷയത്തിന് തെളിവ് പിടിച്ചത് തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. രണ്ടാമത്തെ തെളിവ് ആലസ്യം കാണിക്കാൻ നമുക്ക് ഒരു ചാൻസുമില്ല സഹോദരന്മാരെ. രണ്ടാം തെളിവ് സുറിസായിൽ നിന്ന് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ഇനി മൂന്നാമത്തെ തെളിവ് പിടിച്ചോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ അവിടുത്തെ തിരുമുമ്പിൽ വന്നിട്ട് കണ്ണ് കാണാത്ത അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതാ ഒരു റുഖ്സക്ക് വേണ്ടി, ഒരു ഇളവിന് വേണ്ടി റസൂലുള്ളാഹിയോട് അപേക്ഷിച്ച സന്ദർഭം സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദി. നബിയെ, പള്ളിയിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുപോകാൻ ഒരാളും എനിക്കില്ല റസൂലേ. എന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ല നബിയേ. പള്ളിയിലേക്ക് എന്നെ നയിക്കാൻ ആരുമില്ല റസൂലേ.
അതുകൊണ്ട് ഫസഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുറഖിസ ലഹു യുസല്ലി ഫീ ബൈതിഹി. സഹാബിയുടെ പ്രയാസം കണ്ടപ്പോ, തന്റെ അനുചരന്റെ ആ പ്രയാസം മനസ്സിലാക്കിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനോട് പറയുന്നു, നീ നിന്റെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചോ, അതിന് നിനക്ക് ഇളവ് തരികയാണ്. അതാ നബി തങ്ങൾ ഇളവ് കൊടുത്തു. ആ ഇളവുമായി ആ ഇളവ് ലഭിച്ച് അതാ സഹാബി തിരിഞ്ഞു നടക്കുകയാണ്. ഫലമ്മാവല്ല, അങ്ങനെ അതാ തിരിഞ്ഞു നടന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അതാ ആ സഹാബിയെ തിരിച്ചു വിളിക്കുന്നു. വഹി വന്നു. എന്താ പറഞ്ഞത്? അല്ല ഉമ്മി മക്തൂം, ഹൽ തസ്മഉ നിദാഅ ബിസ്സലാത്തി, നിസ്കാരത്തിലേക്കുള്ള ബാങ്ക് കേൾക്കാറുണ്ടോ നിങ്ങൾ? ആല, സഹാബി പറഞ്ഞു, നഅം, അതെ, ബാങ്ക് ഞാൻ കേൾക്കാറുണ്ട് നബിയെ. ഖാൽ, റസൂലുള്ളാഹി പറഞ്ഞു, ഫഅജിബ്, എങ്കിൽ രക്ഷയൊന്നുമില്ല, നിസ്കാരത്തിലേക്ക് വരിക തന്നെ വേണം, നമസ്കാരത്തിന് വരണം. നോക്കൂ നിങ്ങൾ, ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിന് അവിടെ ഇളവ് നൽകിയില്ല. ജമാഅത്ത് നമസ്കാരത്തിൽ ബാങ്ക് കേൾക്കുമെങ്കിൽ വരണം എന്ന് പറഞ്ഞു. ഇതും പണ്ഡിതന്മാർ തെളിവായി സ്വീകരിക്കുന്നു, ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ് എന്നതിലേക്ക്. ഇനി കേട്ടോ മറ്റൊരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലതാ ചില ആളുകളെ ജമാഅത്തിന് കാണുന്നില്ല, ജമാഅത്ത് നമസ്കാരത്തിന് ചില ആളുകളെ കാണുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കട്ടെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ജമാഅത്തിന് വരാണ്ട് വീട്ടിലിരിക്കുകയാണ് എന്ന്. ചില ആളുകൾ അങ്ങനെ തെളിവ് കൊടുക്കും. കണ്ടോ, റസൂലുള്ള ചില സമയത്ത് സഹാബിമാരെ ജമാഅത്തിന് കണ്ടില്ല എന്ന്. അങ്ങനെ വിചാരിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സഹാബിമാരുടെ അനുചരന്മാരുടെ കൂട്ടത്തിൽ മുനാഫിഖീങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് പ്രത്യക്ഷത്തിൽ പറയും, പക്ഷേ അവരുടെ ഹൃദയത്തിൽ നിഫാഖുണ്ട്. അവർ നിസ്കാരത്തിന് വരുന്നത് കാര്യത്തിലും ജമാഅത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിലും യുദ്ധത്തിന് വിളിച്ചാ വരുന്ന വിഷയത്തിലൊക്കെ കുറച്ച് ബാക്കിലായിരുന്നു. യുദ്ധത്തിന് വിളിക്കുമ്പോൾ പറയും, നബിയെ വീട്ടിലാളില്ല, കുട്ടികളെല്ലാം ഉണ്ട്, എനിക്ക് വരാൻ ഒരു ചാൻസ് ഇല്ല, ഭയങ്കര ആഗ്രഹം യുദ്ധത്തിന് വരാൻ, എന്ത് ചെയ്യാം, വീട്ടിലാളില്ല, എന്താ ചെയ്യാം, ബുയൂത്തിന് ആവുക, വീട്ടിലാളില്ല. സത്യത്തിൽ ഒരു പ്രശ്നമില്ല, യുദ്ധത്തിന് പോകുന്നത് പേടിയാണ്, ബേജാറാണ്, മരിക്കുമെന്നുള്ള പേടിയാണ്. കാരണം അത് ഹൃദയത്തിലേക്ക് ഈമാനങ്ങ് കടന്നു ചെന്നിട്ടില്ല. അതേപോലെ ജമാഅത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്, കുറച്ച് ബാക്കിലാണ്. അങ്ങനെയുള്ള ചില ആളുകൾ ജമാഅത്തിന് വന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറഞ്ഞത് എന്താണ്? വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ അവൻ തന്നെയാണ് സത്യം. ലഖദ് ഹമംതു അൻ അമുറ ബിഹസബിൻ ثم آمر بالصلاة فيؤذن لها ثم آمر رجلا فيؤم الناس ثم أخالف إلى رجال فأحرق عليهم بيوتهم. ഇമാം ബുഖാരിയും മുസ്ലിമും ഒന്നിച്ചുദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയാണ്. എന്താ അവിടുന്ന് പറഞ്ഞത്? ലഖദ് ഹമംതു, ഞാൻ വിചാരിച്ചു പോയി, അന്നാമുറ ബിഹസബിൻ, കുറച്ച് വിറക് കൊണ്ടുവരാൻ വേണ്ടി, പിന്നെ നിസ്കാരത്തിന് വേണ്ടി കൽപ്പിക്കുകയും ആ നമസ്കാരത്തിന് വേണ്ടി വാങ്ങി കൊടുക്കാനുള്ള കൽപ്പന ഉണ്ടാകുകയും നിസ്കരിച്ചില്ലേ, എല്ലാരും ഒഴിവായില്ലേ, ജമാഅത്ത് അവിടെ നടക്കണില്ലേ? പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ അവിടെ വരാത്ത ആളുകളെ പിടികൂടാൻ തീരുമാനിച്ചില്ലേ? ഇപ്പൊ ഫർദ് കിഫായ എന്ന് പറയാൻ കഴിയോ? ഫർദ് ഐനാണ്. സഹാബിമാരങ്ങനെയാണ് മനസ്സിലാക്കിയത്. മഹാന്മാരായ സഹാബികളുടെ നടപടിക്രമങ്ങൾ അങ്ങനെയായിരുന്നു. നോക്കൂ നിങ്ങൾ, കടുത്ത മുനാഫിഖുകൾ മാത്രമേ ജമാഅത്ത് നമസ്കാരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാറുണ്ടായിരുന്നുള്ളൂ എന്ന് അവിടുത്തെ സഹാബിമാര് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ നോക്കൂ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, മൻ സറഹു അയ്യൽഖല്ലാഹ തആല വദൻ മുസ്ലിമൻ, നാളെ ആരെങ്കിലും അല്ലാഹുവിനെ വളരെ സന്തോഷത്തോടെ മുസ്ലിമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഞാൻ ഈ ഹദീസ് വായിച്ച അർത്ഥം പറയുമ്പോ എന്റെ സഹോദരന്മാർ ഓരോ വാചകങ്ങളും വളരെ ശ്രദ്ധിക്കണം.
ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് തുടങ്ങുന്നതെന്നോ, മൻ സർറഹു, ആർക്കെങ്കിലും സന്തോഷമുണ്ടാക്കുന്നുവെങ്കിൽ അയ്യൽഖല്ലാഹ തആല വദൻ മുസ്ലിമാ, നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ മുസ്ലിമായി അല്ലാഹനെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ചെയ്യേണ്ടത് എന്തെന്നോ, വൽയുഹാഫിദ് അലാ ഹൗലാഇ സ്വലവാത്ത്, ഈ നമസ്കാരങ്ങളുടെ കാര്യത്തിൽ അവന് ശ്രദ്ധ വേണം. എവിടെ? ഹൈസു യുനാദാ ബിഹിന്ന, എവിടെ വെച്ചാണോ അതിലേക്ക് വിളിക്കപ്പെടുന്നത് അവിടെ വെച്ച് തന്നെ അത് നിർവഹിക്കാൻ അവൻ സൂക്ഷിക്കണം, അവൻ നിർവഹിക്കണം. പള്ളിയിൽ വെച്ചിട്ടല്ലേ അല്ലെ? ആ പള്ളിയിൽ വെച്ചിട്ട് തന്നെ അവൻ നിർവഹിക്കണം. ഫഇന്നല്ലാഹ ശറഅ ലിനബിയിക്കും സുനനൽ ഹുദാ, തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ പ്രവാചകന് സന്മാർഗത്തിന്റെ ചില ചര്യകൾ നിയമമാക്കിയിരിക്കുന്നു. ഫഇന്നഹുന്ന മിൻ സുനനിൽ ഹുദാ, അത് സന്മാർഗത്തിന്റെ ചില ചര്യകളാണ്. വലൗ അന്നകും സ്വല്ലൈതും ഫീ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫു ഫീ ബൈതിഹി, നിസ്കാരത്തിൽ നിന്ന് പിന്തി നിൽക്കുന്ന മുനാഫിഖ് വീട്ടിൽ വെച്ച് ിക്കുന്നത് പോലെ നിങ്ങളും വീട്ടിൽ വെച്ച് നമ്മൾ ഉപേക്ഷിച്ചു കളഞ്ഞു. വലൗ തറത്തും സുന്നത നബിയിക്കും, നിങ്ങളുടെ നബിയുടെ സുന്നത്തിനെ നിങ്ങൾ ഉപേക്ഷിച്ചാൽ ലളൽതും, നിങ്ങൾ വഴികേടിലായി പോവുക തന്നെ ചെയ്യും. എന്നിട്ട് സ്വഹാബി പറയും, വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ജമാഅത്തിൽ നിന്ന് പിന്തി നിൽക്കുന്നവൻ അറിയപ്പെട്ട മുനാഫിഖ് അല്ലാതെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മുനാഫിഖീങ്ങൾ അറിയപ്പെട്ട മൂപ്പര് മുനാഫിഖാണെന്നുള്ള കാര്യത്തിൽ ഇത്തിഫാഖുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരല്ലാതെ ജമാഅത്തിൽ നിന്ന് പിന്തി നിന്നിരുന്നില്ല. വലൗ കാന റജുലു യുഖ്താ ബിഹി യുഹാദാ ബൈനർ റജുലൈനി ഹത്താ തുഖാമ ബിസ്സഫി, ഞങ്ങളുടെ കൂട്ടത്തിൽ പള്ളിയിലേക്ക് ജമാഅത്തിന് വരാൻ പ്രയാസമുള്ള, എഴുന്നേൽക്കാൻ കഴിയാത്ത ഒരാളെ എഴുന്നേൽക്കാൻ സഹാബിമാര് പറയാണ് എങ്ങനെ ജമാഅത്തിന് വരാൻ കഴിയാത്ത, നടക്കാനൊന്നും കഴിയാത്ത ആളുകളെ രണ്ടാളുകൾ ഇങ്ങനെ ചുമലിൽ താങ്ങിക്കൊണ്ടുവന്ന് സ്വപ്പിൽ ഇങ്ങനെ നിർത്താറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. എന്നാലും ജമാഅത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുണ്ടായിരുന്നില്ല. നമ്മൾ എന്ത് കാരണ പറയാം? ഞാനും നിങ്ങൾ എന്ത് കാരണ പറയാ? അല്ലാഹു നമുക്ക് പുറത്തു തന്നെ. നമ്മൾ എന്ത് കാരണമാ പറയാ? എന്റെ സഹോദരന്മാരെ, അത്രയും വലിയ വിഷയമാണ്. ശരിക്കും ജമാഅത്ത് നിസ്കാരത്തിൽ നിന്ന് വിട്ടു നിന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ജമാഅത്തിന്റെ കാര്യത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം, നിഫാഖ് കടന്നിട്ടുണ്ട്, നിഫാഖ് വന്നിട്ടുണ്ട്, കാപട്യമുണ്ട്, ഈമാനിൻ ശരിയായ നിലയിലല്ല ഉള്ളത്, കാപട്യമുണ്ട് എന്ന് മനസ്സിലാക്കണം. റസൂലുള്ളാഹി പറഞ്ഞത് അതല്ലേ, ലൈസ സ്വലാത്തുൻ അസ്ഖല അലൽ മുനാഫിഖീന മിൻ സ്വലാത്തിൽ ഫജ്രി വൽ ഇശാഇ, ലൈസ സ്വലാത്തുൻ, ഒരു നിസ്കാരവുമില്ല, അസ്ഖലു അലൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളുടെ മേലെ ഏറ്റവും ഭാരമുള്ള നിസ്കാരം മിൻ സ്വലാത്തിൽ ഫജ്രി, ഒന്ന് ഫജ്ർ നിസ്കാരമാണ്, വൽ ഇശാഇ, രണ്ട് ഇശായാണ്, വലൗ യഅലമൂന മാ ഫീഹിമാ, ആ രണ്ട് നമസ്കാരത്തിന്റെയും പ്രത്യേകത അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ലഅതൗഹുമാ വലൗ ഹബ്വാ, അവര് ഇഴഞ്ഞുകൊണ്ടെങ്കിലും പള്ളിയിൽ വരുമായിരുന്നേനെ. ഫജ്റിന്റെ മഹത്വം അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇശാനിസ്കാരത്തിന്റെ പ്രത്യേകത അവരറിഞ്ഞിരുന്നെങ്കിൽ മുട്ടുകുത്തി പള്ളിയിലേക്ക് അവർ ഇഴയുമായിരുന്നു. പക്ഷേ മുനാഫിക്കുണ്ടോ പഠിക്കുന്നു, മുനാഫിക്കുണ്ടോ അറിയുന്നു. ഇനി അറിഞ്ഞാലും അവന്റെ മനസ്സിൽ ഗൗരവമില്ലല്ലോ. കാരണം ഈമാന് പുഴുക്കുത്ത് സംഭവിച്ചു, പരലോകബോധമില്ല, ബേജാറില്ല, ഞാൻ എന്റെ റബ്ബിന്റെ അരികിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന ബേജാറ് നിഫാഖുള്ളവന്റെ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിനാൽ അവനുണ്ടോ വരുന്നു. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നാളെ മനുഷ്യരെ വിചാരണക്ക് വിളിക്കുന്ന സന്ദർഭം, അതാ വിചാരണ നടക്കുന്ന നേരം വിചാരണക്ക് വേണ്ടി നമ്മുടെ നാഥനതാ പ്രത്യക്ഷപ്പെട്ടു വരികയാണ്. അള്ള വിചാരണ ചെയ്യാൻ വേണ്ടി വരുന്നു. അങ്ങനെ വിചാരണ നടക്കുമ്പോ ഒരു കൂട്ടം ആളുകളെ അള്ള വിളിക്കുകയാണ്, നിങ്ങൾ സുജൂദ് ചെയ്യൂ ഇവിടെ വെച്ച്. പരലോകത്ത് വെച്ച് സുജൂദ് ചെയ്യാൻ അവരോട് പറയുമ്പോ അവരുടെ മുതുക് വളയില്ല, അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയൂല.
എന്തേ കാരണമെന്നോ ഖാശിഅത്തൻ അബ്സാറുഹും, അവരുടെ ദൃഷ്ടികളാകെ ഭയപ്പാടിലാണ്, അവരുടെ ദൃഷ്ടികളാകെ ഭയപ്പാടിലാണ്. തർഹഖുഹും ബില്ലാഹ്, അവരെ ആകെ അപമാനം ആവരണം ചെയ്തിരിക്കുന്നു, പേടിച്ചു നിൽക്കുകയാണ് അവര്. എന്തേ അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയാതെ വന്നത്? ദുനിയാവിൽ ആരോഗ്യവാന്മാരായിരിക്കെ അവര് എന്ത് വഖദ് ഖാനൂ യുദഊന ഇല സുജൂദി, അവര് ദുനിയാവിൽ വെച്ച് സുജൂദിലേക്ക് വിളിക്കപ്പെട്ടിരുന്നു. വഹും സാലിമൂൻ, അവർ ആരോഗ്യമുണ്ടായിരുന്നു, സൗകര്യത്തിന് അവര് പോയില്ല, ആ ജമാഅത്തിൽ അവര് പങ്കെടുത്തില്ല. അതുകൊണ്ട് പരലോകത്തും അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ വിചാരിക്കും ഞാൻ ഇടത്തർക്കൊക്കെ പോക്കില്ലേ, എന്നും പോക്കില്ല എന്നല്ലുള്ളൂ, എപ്പോഴൊക്കെ പോക്കില്ല. ഒരു ദിവസത്തിൽ 5 വക്തിൽ 2 ഞാൻ പോകുന്നുണ്ട്. ദുഹർ എന്താണെങ്കിലും മിക്കവാറും ഞാൻ ഉണ്ടാവും അല്ലേ, അസറുണ്ടാവും. പിന്നെ മഗ്‌രിബ് ഇശ് അതിപ്പോ ഏതാണെങ്കിലും ഒക്കെ അങ്ങാടിയിലേക്ക് കയറുമ്പോൾ നിസ്കരിച്ചിട്ടല്ലേ ഞാൻ പോരാറുള്ളത്. മിക്കവാറും എനിക്ക് പോകാറുള്ളത് സുബഹിയാണ്. അത് പിന്നെ രാത്രിയൊക്കെ കുറെ വൈകിട്ടല്ലേ കിടക്കല്. നേരം വെളുക്കുമ്പോ എഴുന്നേൽക്കുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അള്ളാഹ്ക്ക് അറിയാലോ എന്റെ പ്രയാസം. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെയാണ് ഉള്ളത്, ഉറപ്പൊക്കെ കുറച്ച് താമസിക്കാനുണ്ട്. അതുകൊണ്ടാണ് സുബഹിക്ക് ഞാൻ പോകാത്തത്. അതൊക്കെ വിട്ടുവീഴ്ച കിട്ടും എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ സമാധാനിക്കും. പറ്റില്ല, അങ്ങനെയുള്ള ഒരു സമാധാനം വേണ്ട. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഇന്നത്തെ ലോകത്ത് ഒരു നിലക്ക് രക്ഷപ്പെടൂല അല്ലെ. പണ്ടൊക്കെ ഉറക്കത്ത് പെട്ടെന്ന് പറയായിരുന്നു. എങ്ങനെ പറയാ, ബാങ്ക് കേൾക്കൂല, മൈക്രോഫോണൊന്നുമില്ലല്ലോ, ബാങ്ക് കേൾക്കൂലായിരുന്നു റസൂലിന്റെ കാലത്ത്. അതേപോലെ ഈ ബാങ്ക് കേട്ടാൽ തന്നെ പിന്നെ വരാൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ ജമാഅത്തിന് വന്നു. ഇതിപ്പോ ഹരാറുണ്ട് അല്ലേ, ഒരു നിലക്ക് മൊബൈൽ വിളിച്ച് ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നൊക്കെയുള്ള അലാറൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മൾ. എന്നാൽ നമ്മൾ ഓഫാക്കിയിട്ട് ഒരു 5 മിനിറ്റ് അങ്ങോട്ട് ഉറക്കാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പോഴേക്കും ജമാഅത്തൊക്കെ തട്ടിക്കൂടുമ്പോഴൊക്കെ എത്താം. പിന്നെ 5 മിനിറ്റ് അരമണിക്കൂറും കഴിഞ്ഞിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത്. കുറ്റക്കാരനാരാ? നമ്മൾ തന്നെയാണ്. നമ്മൾ അലാറം കേട്ടിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ എഴുന്നേറ്റിട്ടില്ല അല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു നിലക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല എന്റെ സഹോദരന്മാരെ. സൂക്ഷിച്ചേ പറ്റൂ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, സൂറത്തുൽ ഖലമിലെ 42, 43 ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് പറയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, കാനൂ യസ്മഊനൽ അദാന വന്നിദാഅ, ഈ പറഞ്ഞ കൂട്ടരില്ലേ മുതുകു വളയാത്ത ആളുകൾ, അവരെ യസ്മഊനൽ അദാന വന്നിദാഅ, വിളിയും ബാങ്കും അവർ കേട്ടിരുന്നു. ലിസ്സലാത്തി, നിസ്കാരത്തിനുള്ള ഫലാ തുജീബൂൻ, എന്നിട്ട് അവർ അതിന് ഉത്തരം കൊടുത്തില്ല. ഇമാം റാസി ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, യഅനി, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹീന കാനൂ യദഊന ഇല സ്വലവാതി ബിൽ അദാനി വൽ ഇഖാമ, ഇഖാമത്ത് കൊണ്ടും ബാങ്ക് കൊണ്ടും അവരെ നിസ്കാരത്തിലേക്ക് വിളിച്ചിരുന്നു. വകാനൂ സാലിമീന ഖാദിരീന അല സ്വലാ, അവർ നിസ്കാരത്തിന് കഴിവുള്ളവരായിരുന്നു, ശേഷിയുള്ളവരായിരുന്നു. വഫീ ഹാദാ, ഈ ആയത്തിലുണ്ട് വഈദുൻ, താക്കീതുണ്ട്. ലിമൻ കഅല അനിൽ ജമാഅ, ജമാഅത്തിന് വരാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവന് കനത്ത താക്കീതുണ്ട്. വലം യുജിബുൽ മുഅദ്ദിന ഇലാ ഇഖാമത്തി സ്വലാത്തി ഫിൽ ജമാഅ, ജമാഅത്തായി നിസ്കാരം നിർവഹിക്കുന്ന കാര്യത്തിൽ മുഅദ്ദിനിന് ഇജാബത്ത് നൽകാത്തവന് കനത്ത താക്കീതുണ്ട് ഈ ആയത്തിൽ നിന്ന് മഹാനായ ഇമാം റാസി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ മനസ്സിലായില്ലേ ഇത് ഫർദ് ഐനാണ് എന്നുള്ള കാര്യം? ഇനി ഒരൊറ്റ സംഭവം കൂടെ ഞാൻ വായിച്ചു കേൾപ്പിച്ചില്ല. സ്വഹീഹുൽ ബുഖാരിയിൽ നമ്മുടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവിടുന്ന് കാണിച്ച കണിശതയും സൂക്ഷ്മതയും എന്തായിരുന്നുവെന്ന്, അവസാനം അവിടുന്ന് മരിക്കാൻ കാരണമായ രോഗത്തിൽ കിടക്കുമ്പോൾ പോലും കരളലിയിപ്പിക്കുന്ന ഒരു സംഭവം മുസ്ലിം മറക്കാതെ മനസ്സിലാക്കണം. അല്ലാഹു റസൂലിന്റെ ചര്യ പിൻപറ്റുന്നവരാണെന്നല്ലേ നമ്മൾ പറയാറുള്ളത്. പറഞ്ഞാ പോരാ, സലഫിയാകണമെങ്കിൽ സലഫിന്റെ മൻഹജ് ഉൾക്കൊള്ളേണ്ടതുണ്ട്. റസൂലിന്റെ ചര്യയും സഹാബത്തിന്റെ ഫഹ്മും മനസ്സിലാക്കിയിട്ടാണ് അവൻ ഓരോ വിഷയങ്ങളിലും സമീപനം സ്വീകരിക്കേണ്ടത്. കരളലിയിപ്പിക്കുന്ന സംഭവമല്ലേ. അല്ലാഹുവിന്റെ റസൂല് രോഗത്തിൽ കിടക്കുന്ന ഘട്ടം നിങ്ങൾ നോക്കൂ. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അൻഉബൈദില്ലാഹി ഇബ്നു അബ്ദില്ലാഹി ഇബ്നു മുസ്അബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം പറയാണ്. എന്താ സ്വഹാബി പറയുന്നത് എന്നറിയോ? ദഖൽതു അലാ ആയിഷ റളിയല്ലാഹു അൻഹാ, ഞാൻ ആയിഷ ബീവിയുടെ
നമ്മുടെ ഉമ്മയായ ആയിഷ ബീവിയുടെ അടുത്ത് ചെന്നു. ഫഖുൽതു ലഹാ, എന്നിട്ട് അതാ ആ ഉമ്മയോട് ഞാൻ ചോദിച്ചു, അലാ തുഹദ്ദിസീനി അൻ മർദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന് രോഗമുണ്ടായ ആ വിവരങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകാൻ കാരണമായ രോഗങ്ങൾ എങ്ങനെയാണ്, ആ രോഗമെന്ന് പറഞ്ഞു തരുമോ? അതിന്റെ സ്ഥിതി എങ്ങനെയായിരുന്നു? കാലത്ത് അതാ ഉമ്മ പറഞ്ഞു, ബലാതെ ഞാൻ പറഞ്ഞു തരാം. നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, രോഗം റസൂലിന് കനത്തുപോയി, അതിശക്തമായ ഗുരുതരമായ രോഗം ബാധിച്ചു. രോഗം ബാധിച്ചപ്പോ റസൂൽ ഇങ്ങനെ ചോദിച്ചു, അവിടുന്നാണല്ലോ മദീനത്തെ പള്ളിയിൽ തന്റെ അനുചരന്മാർക്ക് ഇമാമായി നിൽക്കാറുള്ളത്. രോഗം ബാധിച്ച് കിടപ്പിലായപ്പോ മുത്തുനേതാവ് ചോദിക്കുന്നു, ജനങ്ങൾ നമസ്കരിച്ചുവോ? ഫഖുൽതു, ഞാൻ പറഞ്ഞു, ആയിഷ ബീവി പറയല്ല, നബിയെ ആരും നിസ്കരിച്ചിട്ടില്ല. വഹും യന്തളിറൂനക യാ റസൂലല്ലാഹ്, നബിയെ അവര് നിങ്ങളെ കാത്തിരിക്കുകയാണ്, പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി പറയുന്നു, എങ്കിൽ ഒരു തോൽപാത്രത്തിൽ അല്പം വെള്ളം കൊണ്ടുവരൂ, കുറച്ച് വെള്ളം കൊണ്ടുവരൂ തോൽപാത്രത്തിൽ. അങ്ങനെ അതാ കാലത്ത് ഉമ്മ പറയാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്തു. റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ ആ വെള്ളം ഞങ്ങൾ ഒഴിച്ചു. കാരണം ശരീരം ഇവിടെ കിടക്കുന്നുണ്ടെങ്കിലും മനസ്സ് പള്ളിയിലാണ്, ജമാഅത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ അതാ മെല്ലെ മെല്ലെ എഴുന്നേൽക്കുന്നു പള്ളിയിലേക്ക് പോകാൻ, ജമാഅത്തിന് പോകാൻ എഴുന്നേൽക്കുന്നു. അപ്പോഴതാ ബോധമറ്റ് വീഴുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ബോധം വരുന്നു. അവിടുന്ന് ചോദിക്കുന്നു, ജനങ്ങൾ നിസ്കരിച്ചോ? ബോധം വന്നാ ചോദിക്കും, ജനങ്ങൾ നിസ്കരിച്ചോ? ഞങ്ങൾ പറഞ്ഞു, ലാ ഇല്ല നബിയേ, ഹും യന്തളിറൂനക, അവർ നിങ്ങളെ കാത്തിരിക്കുന്നു പള്ളിയിൽ നബിയേ. റസൂലുള്ളാഹി പറയുന്നു, തോൽപാത്രത്തിൽ അല്പം വെള്ളം കൊണ്ടുവരും. ഞങ്ങൾ അങ്ങനെ ചെയ്തു. അവിടുത്തെ ശരീരത്തിൽ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ എഴുന്നേൽക്കുകയാണ് പോകാൻ വേണ്ടി. അപ്പോൾ വീണ്ടും ബോധമറ്റ് വീഴുന്നു. ബോധം വരുന്നു. ചോദിക്കുന്നു, ജനങ്ങൾ നിസ്കരിച്ചോ? ആളുകൾ നിസ്കരിച്ചോ? ഉമ്മ പറയാണ്, ഞാൻ പറഞ്ഞു വീണ്ടും, ഇല്ല നബിയേ, ഹും യന്തളിറൂനക, നിങ്ങളെ കാത്തിരിക്കുക തന്നെയാണ്. മൂന്നാമത്തെ പ്രാവശ്യവും അവിടുന്ന് പറയുന്നു, വെള്ളം കൊണ്ടുവരൂ തോൽപാത്രത്തിൽ. ഞങ്ങൾ അങ്ങനെ ചെയ്തു. അതാ കുളിപ്പിച്ചു. പോകാൻ വേണ്ടി എഴുന്നേറ്റു. ബോധമറ്റ് വീണു റസൂല്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ബോധം തിരിച്ചു കിട്ടിയപ്പോ ചോദിക്കുന്നത്, ജനങ്ങൾ നിസ്കരിച്ചോ എന്നാ വീണ്ടും ചോദിക്കുന്നത്. മുത്തുനേതാവ്, ലോകത്തിന്റെ പ്രവാചകൻ, അവസാനം ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഉപദേശവും നിസ്കാരം തന്നെ. ബോധം തിരിച്ചു കിട്ടുമ്പോ ചോദിക്കുന്ന ചോദ്യം, ജനങ്ങൾ ജമാഅത്ത് നിസ്കരിച്ചോ എന്നാണ്. മുസ്ലിമേ, നീ എവിടെയാണ്? നീ? നിനക്ക് ആരാ ഫത്വ നൽകിയത്? ഖുനൂത്ത് പള്ളിയിൽ നടക്കുന്നില്ലെങ്കിൽ നീ വീട്ടിൽ വെച്ച് നിസ്കരിച്ചോ? കാരണം ഖുനൂത്തില്ലാത്ത ജമാഅത്ത് ശരിയാവുകയില്ലെന്ന് ഫത്വ നൽകിയ മുസ്ലിംമാരുണ്ടെങ്കിൽ അവരാലോചിക്കട്ടെ, പഠിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ ജമാഅത്തിന് കൊടുത്ത പ്രാധാന്യം ഏത് ഇസ്ലാമാവിന് പഠിച്ചത്? ഏതാണ് ഇവര് പ്രചരിപ്പിക്കുന്നത്? ഇല്ലേ, ജമാഅത്ത് നമസ്കാരങ്ങളിൽ നിന്ന് ഗൾഫിലേക്ക് വരുന്ന ചെറുപ്പക്കാരെ, നിങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കണ്ട, നിങ്ങൾ വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ മതി എന്ന് ഫത്വ കൊടുത്ത് ഗൾഫ് നാടുകളിലേക്ക് വരുന്ന യുവതലമുറയെ വഴിവഴപ്പിക്കുന്ന, ഇസ്ലാമിന്റെ പേരും പറഞ്ഞു നടക്കുന്ന ആളുകൾ പഠിക്കണ്ടേ ഇസ്ലാം? അല്ലാഹുവിന്റെ റസൂലിന് ഓർമ്മ വരുമ്പോഴൊക്കെ ചോദിക്കുന്നതാണ്. അവസാനം ആയിഷ ബീവി പറഞ്ഞു, നബിയെ നിങ്ങളെ കാത്തിരിക്കണം കേട്ടോ. ഇശാസ്കാരത്തിന് വേണ്ടിയാണ് ജനങ്ങൾ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. കാലത്ത് അങ്ങനെ ആയിഷ ബീവി പറയാണ്, ഫഅർസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അബീ ബക്കർ, അബൂബക്കറിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഒരു ദൂതനെ അയക്കുകയാണ്. എനിക്ക് കഴിയൂല, നിങ്ങളായിരിക്കണം ഇനി ജനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് നിസ്കാരത്തിന്. കാലത്ത് ആയിഷ ബീവി പറയാണ്, റസൂൽ, അങ്ങനെ റസൂലിന്റെ ദൂതൻ വന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത്.
ഫഖാല എന്നിട്ട് പറഞ്ഞു ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖുറുക അൻ തുസല്ലിയ ബിന്നാസ്, ജനങ്ങൾക്ക് നിങ്ങൾ നിസ്കരിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ ദൂതുമായി വന്നയാളാണ് ഞാൻ. ഫഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ പറയാണ് വകാന റജുലൻ റഖീഖൻ, ഖുർആൻ കേട്ടാൽ വേഗം കരഞ്ഞു പോകുന്ന നിർമ്മല ഹൃദയത്തിന്റെ ഉടമയായ ഈ ഉമ്മത്തിലെ അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ പിന്നെയുള്ള വലിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറിനോട് പറയാണ് യാ ഉമർ സല്ലി ബിന്നാസ്, ഉമറേ നീ ജനങ്ങൾക്ക് നിസ്കരിക്ക്. ഫഖാല ലഹു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അൻത അഹഖു ബിദാലിക്, നീയാണ് അതിന് ഏറ്റവും അർഹതയുള്ളവൻ. ഫസല്ലാ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിൽക്കൽ അയ്യാം, അങ്ങനെ ആ ദിനങ്ങളിൽ രോഗമായി പ്രയാസം സഹിക്കുന്ന ആ ദിനങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് ജമാഅത്തിന് നേതൃത്വം കൊടുത്തത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങനെ രോഗമൊക്കെ കുറച്ച് ഒരു ചെറിയ ലഘൂകരണം കിട്ടിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് തോന്നി പള്ളിയിലേക്ക് പോകണം, ഇവിടെ കടന്നാൽ പറ്റില്ല. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് പോയ ഹൃദയഭേദകമായ ഒരു രംഗം കൂടെ കേട്ടോ. ഹദീസുകളിൽ കാണാം, ബുഖാരിയിൽ തന്നെ വഫീ റിവായത്തിൻ, മറ്റൊരു റിവായത്തിൽ ഫഖറജ, അവിടുന്ന് പുറപ്പെട്ടു. യുഹാദാ ബൈന റജുലൈനി, രണ്ടാളുകളുടെ ചുമലിൽ ഇങ്ങനെ കൈവച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന രംഗം. സഹാബി പറയാണ് കഅന്നി അൻദുറു റിജ്ലൈഹി, അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് പോകുന്ന രംഗം ഞാനിങ്ങനെ നോക്കിക്കാണുകയാണ്. തഖുത്താനി മിനൽ വജഇ, അവിടുത്തെ കാലുകളുടെ തള്ളവിരലുകൾ മദീന മണൽപ്പരപ്പിലൂടെ വലിച്ച് പള്ളിയിലേക്ക് പോകുന്ന രംഗം ഞാനിങ്ങനെ നോക്കി. വേദന കൊണ്ട് ഉയർത്തിപ്പിടിക്കാനാകുന്നില്ല കാലുകൾ താഴ്ത്തിയിട്ട് മണലിലൂടെ വലിക്കുകയാണ്. മദീന മണൽപ്പരപ്പിലൂടെ മുത്തുനേതാവിന്റെ വിരലടയാളമുണ്ടായി പള്ളിയിലേക്ക് പോയ രംഗം, വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന രംഗം, മണലിലൂടെ കാലുകൾ വലിച്ച് വേദന കൊണ്ട് കാലുകൾ പിടിക്കാനാവാതെ അവസാനവും ഈ സമൂഹത്തിന് നൽകിയത്, ഓ ജനങ്ങളെ, നിസ്കാരം ആ നമസ്കാരത്തെ കുറിച്ചുള്ള വസിയ്യത്ത് നൽകിയിട്ടല്ലേ മഹാനായ മുത്തു നേതാവ് വഫാത്തായത്. അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ല സഹോദരങ്ങളെ. അവിടുത്തെ അവസാന നിമിഷങ്ങളിലും ജമാഅത്തിന് കൊടുത്ത പ്രാധാന്യം നമ്മളേറെ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമസ്കാരം അതതിന്റെ കൃത്യസമയത്ത് ജമാഅത്തായി എന്ത് തന്നെ ത്യാഗം സഹിക്കുകയാണെങ്കിലും ആ വിഷയത്തിൽ സഹോദരന്മാരെ സജീവമായ ശ്രദ്ധയുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സർവലോക പരിപാലകനായ നാഥൻ യഥാവിധി അവൻ പഠിപ്പിച്ച, അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ച ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുകയും സൂക്ഷിച്ചു പോലുകയും സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് മുമ്പേ കടന്നുപോയ മഹാന്മാരായ സലഫുകൾ, അവരുടെ മൻഹജും അവരുടെ പാതയും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടുത്ത പരീക്ഷണങ്ങളിൽ ഈമാനിനെ കൈവിടാതെ മുന്നോട്ട് പോകുവാനുള്ള ഈമാനിക ബലവും ഈമാനികമായ മാധുര്യവും അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി വരും നാളുകളിൽ പരീക്ഷണങ്ങൾ മാത്രമായിരിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ മുന്നറിയിപ്പ്. ആ പരീക്ഷണങ്ങളിൽ ഈമാൻ കൈവിടാതിരിക്കുകയാണ് ഒരു സത്യവിശ്വാസി സ്വീകരിക്കേണ്ട സമീപനം. അതാണ് വിജയവും. അത്തരം രംഗങ്ങളിൽ നമ്മൾ ഈമാനിനെ മുറുകെ പിടിച്ച് മുന്നേറുക, നിരന്തരമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫിത്നി മാ ളഹറ മിൻഹാ വമാ ബതൻ. അല്ലാഹുവേ, പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ മുഴുവൻ ഫിത്നകളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയുമായി മുന്നേറുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.